ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സാം വ്ലോഗാണ് വീണ്ടും. കാരണം ഇനി 2 എക്സാം കൂടി ബാക്കിയുണ്ട്. ഇത് രണ്ടും പ്രോബ്ലം പേപ്പേഴ്സ് ആട്ടോ. അപ്പോൾ കുറച്ച് ഇടങ്ങാറുണ്ട്. എന്നാലും ഞാൻ നാളത്തെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് 2 ദിവസം ലീവ് കിട്ടിയിരുന്നു. ഇനി മറ്റന്നാക്കത്തെ എക്സാമിനാണ് ലീവ് തന്നെ ഇല്ലാത്തത്. അതെന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് അക്കൗണ്ടൻസി ആണ് വരുന്നത്. കുറച്ചൊക്കെ ഞാൻ നോക്കി വെച്ചേക്കണം. ഇപ്പം നമുക്ക് എന്തായാലും 3 മണി 4 മണി ആ ടൈം ആയിക്കണം. ഇതുവരെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. കാരണം റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. എനിക്ക് ടാബ്ലറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കിടന്നിട്ടാണ് കിടക്കണത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം പഠിക്കാം, എന്നിട്ട് വൃത്തിയാക്കാം, എന്നിട്ട് പോയി ഫുഡ് കഴിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാന്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ നാളെ നമ്മൾ അക്കൗണ്ടൻസി എക്സാമാണ്. ഇതുവരെ കാര്യമായിട്ട് ഓൺ എക്സാമും ടെസ്റ്റ് പേപ്പറും ഒരു പ്രാവശ്യമായിട്ട് നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് എക്സാമൊന്നും നടത്താത്തതുകൊണ്ട് തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ ഒന്നും അറിയില്ല. ഇപ്രാവശ്യം നല്ലപോലെ പാറ്റേണൊക്കെ മാറിയിട്ടുണ്ട്. നല്ല ഇടങ്ങാറാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടേക്ക്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ ഓരോ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കുറച്ചേരം പഠിച്ചു. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. കാരണം ഇപ്പോൾ 3:15 ആയിക്കണ്. നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ വ്ളോഗ് പെട്ടെന്ന് എടുക്കാണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വൈകുന്നേരം മുതലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിച്ചു. അങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരം വെയിലൊക്കെ പോയ ടൈം ചെയ്യുന്നു. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ അവിടെ നടന്നിട്ട് കുറച്ച് നേരം പഠിച്ചു. എനിക്ക് പുറത്തു കൂടി നടന്ന് പഠിക്കുക പറയുമ്പോൾ ഈ തിയറിയൊക്കെ നല്ലപോലെ തലയിലേക്ക് കയറും കേട്ടോ. ഇരുന്നിങ്ങനെ പഠിക്കണേണ്ടിക്കാണ് നല്ലത് പുറത്തു കൂടി നടക്കുക. ഞാൻ അധികവും രാത്രി 7 മണി 8 മണി ആ ടൈമിലൊക്കെ പുറത്തിരുന്നിട്ട് പഠിക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഫുഡ് ഓർഡർ ചെയ്തല്ല, അടുത്തത് ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷവർമ്മയായിരുന്നു. അങ്ങനെയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഹാളിലിരുന്ന് പഠിച്ചു. പിന്നെ അവിടുത്തൊക്കെ നമ്മൾ പെറുക്കി കെട്ടി റൂമിൽ തന്നെ പോയിരിക്കാൻ വിചാരിച്ചു. കാരണം ഇവിടുത്തെ ഉറങ്ങണം. ഞാനവിടെ ലേറ്റിട്ട് ഇരിക്കുന്നു. അപ്പോൾ റൂമിൽ വന്നിട്ട് നമ്മൾ ബെഡ് ശരിയാക്കാണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ നേരാക്കാണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അങ്ങനെ ഗൈസ് ഇനി നമുക്ക് രാവിലെ ഒരു 2:45 3 മണിക്ക് നീച്ച് പഠിക്കാം. അതാണ് എൻ്റെ പഠിക്കണ ടൈം കേട്ടോ. എനിക്ക് അപ്പം നല്ല എനർജിയൊക്കെ എന്താ അറിയില്ല. എന്തായാലും ഇപ്പോൾ ഉറങ്ങിയാൽ അപ്പം നീക്കാൻ ആയിക്കോളൂ. ഇപ്പോൾ ഒരു 8 മണി 8:15 ആയിക്കോളൂ. പിന്നെ നമുക്ക് ഉറങ്ങാം. അപ്പം നീക്കുമ്പോഴത്തേനും ഒരു 4-5 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടും. അപ്പം ഇനി എന്തായാലും അപ്പം കാണാം. അങ്ങനെ നമ്മളിതാ 2 മണിക്ക് നീച്ചു. 2:45 നീക്കാനായിരുന്നു, പക്ഷേ 2 മണിക്ക് നീച്ചു. പിന്നെ ആ ദിക്കറ് ചൊല്ലണ മാതിരി ഓതണം. തിയറി ഇരുന്ന് പഠിക്കുക കേട്ടോ. കാരണം തിയറി കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് പ്രോബ്ലംസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ആ ഉറക്കം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെയും കുറച്ച് നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് അക്കൗണ്ടൻസിത്തെ പ്രോബ്ലംസ് ചെയ്യാൻ നല്ല ഇഷ്ടം കേട്ടോ. കാരണം നല്ല സുഖമാണ്, ഇങ്ങനെ ഒരു ഇതിൽ പോകും. അപ്പോൾ ഉറക്കം വന്നിട്ട് ഇപ്പോൾ തല വേദനിക്കുന്നുണ്ട്. പിന്നെ സമാധാനം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മനസ്സിൽ ഫുള്ള് അതാണ്, ഇന്നും നാളെയും കൂടെയുള്ള എക്സാമും മറ്റന്നാൾ സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്ന്. ആ ഒരു ചിന്തയിലാണ് ഇപ്പം അങ്ങനെ പോണത്. അപ്പോൾ ഈ കാണുന്ന പേപ്പർ ആകെ ഞങ്ങൾ സ്കൂളിൽ അക്കൗണ്ടൻസി നടത്തിയിരുന്ന ഒരു ടെസ്റ്റ് പേപ്പർ ആയിരുന്നു. അതിൻ്റെ ഒരു പേപ്പർ അങ്ങനെ ബുക്കിൻ്റെ ഇടയിൽ കണ്ടതാണ്. അതിലൊക്കെ അത്യാവശ്യം മാർക്കുണ്ട്. പക്ഷേ ഈ ക്രിസ്മസ് എക്സാമിലേക്ക് തീരെ പ്രതീക്ഷയല്ല. കാരണം 7 ചാപ്റ്റർ ഒപ്പാണ് എക്സാം എടുത്തുകൊണ്ട് തന്നെ നല്ല ഇടങ്ങാറുണ്ടായിരുന്നു. തിയറി ആയാലും പ്രോബ്ലംസ് ആയാലും മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ A4 ഷീറ്റിൻ്റെ കലാപരിപാടി നിർത്തി. കാരണം ഇപ്പം തന്നെ ഞാൻ അക്കൗണ്ടൻസിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു 10-12 A4 ഷീറ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പഴയ 10th പഠിക്കുമ്പോൾ ഒരു നോട്ട് എടുത്തു, പേജ് ഫ്രീയിൽ. എന്നിട്ട് പിന്നെ അതിൽ പ്രോബ്ലംസ് ചെയ്യൽ തുടങ്ങി. പിന്നെ ഒരു 6 മണി 6:30 ആ ടൈമായപ്പോൾ നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നേരമല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഒരു 9 മണി 8 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ നമ്മൾ വന്ന് കുറച്ച് നേരം പഠിച്ചു. അതിന് ശേഷം നമ്മൾ 9 മണിയായപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഈ സമയമാണ് എൻ്റെ കുറ്റബോധത്തിൻ്റെ സമയം. നേരെ പഠിച്ചാൽ മതിയായിരുന്നു അങ്ങനത്തെ ഓരോ തോന്നൽ വരുന്ന സമയം. നല്ല ടെൻഷനും ഉള്ള സമയട്ടോ. കാരണം എക്സാം ആവാനായല്ലോ. അപ്പം ഇനി കുറച്ച് നേരം കൂടി എക്സാമിന് പഠിച്ചു തീർന്നിട്ടൊന്നുമില്ല. എന്നാലും ഇല്ലത് വെച്ച് ചെയ്താൽ കുറച്ചും കൂടി ടൈം ഉണ്ട്, നമുക്ക് നോക്കാം. കുറച്ച് പേര് എക്കണോമിക്സ് എക്സാം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഇടങ്ങാറുണ്ടായിരുന്നു. അക്കൗണ്ടൻസി അതേപോലെ തന്നെ അത്യാവശ്യം ഇടങ്ങാറുണ്ടായിരുന്നു. പെട്ടെന്ന് എക്സാം കുറേ ചാപ്റ്റേഴ്സ് എഴുതല്ലേ, അപ്പോൾ അങ്ങനെ ഒരു ഇടങ്ങാറ്. അങ്ങനെ പിന്നെ നമ്മൾ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം റിലാക്സ് ചെയ്തിട്ടു. പിന്നെ ഞാൻ ബുക്ക് എടുത്തിട്ടില്ല. ബുക്കൊക്കെ പാക്ക് ചെയ്ത് സ്കൂൾക്ക് പോകാൻ നിൽക്കുകയാണ്. ഒരു 12 മണി ആ ടൈമായപ്പോൾ. അപ്പോൾ എന്തായാലും അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.